الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ, സമ്പർക്കങ്ങളിൽ എല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉണർത്തുകയാണ്. മനുഷ്യൻ അക്ഷമ കാണിക്കുന്നു, വലിയ ബേജാറുകാരനാണ്, വലിയ ധൃതി കൂട്ടുന്ന ആളാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി ഖുർആൻ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുലിഖൽ ഇൻസാനു ഹലൂഅ ഇദാ മസ്സഹു ശർറു ജുസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ. വളരെ അസ്വസ്ഥ സ്വഭാവത്തോടു കൂടിയാണ്, ഒരു അചഞ്ചല പ്രകൃതത്തോടു കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്തെങ്കിലും ഒരു ദോഷം അവനെ ബാധിച്ചാൽ അവൻ ആകെ അസ്വസ്ഥനാകും, ക്ഷമകേട് കാണിക്കും. ഇതാ മസഹുൽ ഖൈറു മനുഅ, എന്നാൽ അവൻ്റെ വല്ല ഗുണം കിട്ടിയാലോ ഒരറ്റാക്ക് കൊടുക്കില്ല, മറ്റുള്ളവരുമായത് ഷെയർ ചെയ്യുകയില്ല, അവൻ തന്നെ അത് സ്വാർത്ഥനായി ഉപയോഗിക്കും. ഷറുണ്ടെങ്കിലോ അത് വല്ലാത്ത ക്ഷമകേട് അവൻ കാണിക്കും. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യൻ വലിയ ധൃതി കാണിക്കുന്ന സ്വഭാവക്കാരനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, സൗരീക്കും ആയാതി ഫലാ തസ്തഅജിലൂൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾ ധൃതിപ്പെട്ട് അത് വരട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അള്ളാഹു ആ ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പ്രാപ്തനാണ്. അപ്പോൾ ധൃതി കാണിക്കുക, അസ്വസ്ഥനാവുക, നിരാശ പ്രകടിപ്പിക്കുക, ഇതൊക്കെ മനുഷ്യ പ്രകൃതിയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു വേണം? അതിനാണ് അള്ളാഹുവിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം അവൻ ഹൃദയത്തിൽ രൂഢമൂലമാക്കണം. എല്ലാ കാര്യങ്ങളും ഒരു കണക്കനുസരിച്ചാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. പടച്ചോൻ അറിയാതെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഹാദാ മിൻ തഖ്ദീരില്ല, ഇത് അള്ളാഹിൻ്റെ തഖ്ദീരിൽപ്പെട്ടതാണ്. ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅൽ, കേട്ടിട്ടില്ലേ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്? ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅൽ. നല്ല നല്ല അറിവുള്ള ആൾക്കാർ പറയുന്നൊരു വാക്കാണ്. അള്ളാഹു എല്ലാം കണക്കാക്കി, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവനത് പ്രവർത്തിച്ചു. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അള്ളാഹു എന്തു ചെയ്യുന്നു എന്ന് അവൻ ചോദ്യപ്പെടുന്നതല്ല, അവന് ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരുവിധ അവകാശവുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. എന്നാൽ അവൻ്റെ സൃഷ്ടികൾ
അവർ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ എല്ലാറ്റിനും ഒരു സന്തുലിതാവസ്ഥ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് നല്ല വിചാരം അള്ളാഹുവിനെ കുറിച്ചുണ്ടാകണം, ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു. ഖിതാൽ എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നാണ് അർത്ഥം. ജിഹാദ്, യുദ്ധം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിനെ സഹായിക്കാൻ വേണ്ടിയുള്ള സമരം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഖിതാൽ അതാണ്. അല്ലാതെ മനുഷ്യരെയും സംസ്കാരത്തെയും സമ്പത്തിനെയും ഒക്കെ മുച്ചൂടം നശിപ്പിച്ച് യുദ്ധക്കൊതിയോടുകൂടി രാജ്യത്ത് സംഹാരതാണ്ഡവമാടുന്നതിനെ കുറിച്ചല്ല ഇവിടെ ഖിതാൽ, യുദ്ധം എന്ന് പറയുന്നത്. അത് തോന്നിവാസമാണ്. എന്നാൽ ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, അത് സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, സത്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതിനുവേണ്ടി വിശ്വാസികളായ ആളുകളോട് ആഹ്വാനം ചെയ്യപ്പെട്ടാൽ അല്പം ഒരു ബേജാറ് അവർക്കുണ്ടാവും. ഓഹോ കുറുഹുല്ലക്കും, അറിയാം യുദ്ധം ചെയ്യണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ വലിയൊരു ഇഷ്ടമൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. കാരണം ഒരു പ്രയാസപ്പെട്ട കാര്യമാണത്. വാളെടുക്കണം, അല്ലെങ്കിൽ ആയുധമെടുക്കണം, ശത്രുക്കളുമായി യുദ്ധം ചെയ്യണം. എപ്പോഴും ഹൈറായി കൊള്ളണമെന്നില്ല, പ്രയാസങ്ങൾ വരും. എപ്പോഴും കപ്പൽ ആഗ്രഹിക്കുന്നത് പോലെ കാറ്റടിച്ചു കൊള്ളണമെന്നില്ല, എതിർ ദിശയിലേക്കും കാറ്റുണ്ടാകും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വിഷമാവസ്ഥ ഉണ്ടായിട്ടും യുദ്ധം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കുമ്പോൾ അള്ളാഹു പറയാണ് സമാധാനത്തിൽ, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങളൊരു കാര്യം വെറുക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഹൈറായിരിക്കും. അസാ അൻ തുഹിബ്ബു ശൈഅൻ, ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം അത് നിങ്ങൾക്ക് ഷർറുൽ ലക്കും, അത് നിങ്ങൾക്ക് നാശമായിരിക്കും. ഒക്കെ നിങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ ശുഷ്കമായ ബുദ്ധി കൊണ്ട്, ആലോചന കൊണ്ട് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഹൈറാണെന്ന് വിചാരിക്കും, പക്ഷേ അത് നിങ്ങൾക്ക് ഷർറാവും. നിങ്ങൾ ഷർറാവുമെന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഹൈറാവും. കാരണം എന്താ? അല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾക്ക് ഇത്രയും ആഴത്തിലും പരപ്പിലും വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മനുഷ്യ ഹൃദയത്തിൻ്റെ ഒരു ഇബാദത്താണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പരിപൂർണമായ ഈമാനുള്ളവനല്ലാതെ അത്തരം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഒരു മുസ്ലിമിനുണ്ടായാൽ അതിൻ്റെ പരിണിത ഗുണങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഹുസ്നുൽ ദന്നി ബില്ലാഹ്, അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ശുഭാപ്തി വിശ്വാസമുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാവുക, സദ്വിചാരമുണ്ടാവുക. എത്രയോ രോഗികൾ തീരെ ശിഫയുണ്ടാവുകയില്ല, അത്രമാത്രം മാരകമാണ് അവൻ്റെ രോഗം. എന്ന അതീവ ഗുരുതരാവസ്ഥയിലെത്തിക്കുന്ന രോഗികൾ പ്രതീക്ഷയോടുകൂടി ആ രോഗി പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷയോടുകൂടി ആ രോഗിയുടെ ബന്ധുക്കൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവസാനം നമ്മൾ കേൾക്കുന്നു, ആ കണ്ണു തുറന്നു, കാലിളക്കി, എഴുന്നേറ്റിരുന്നു, വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു എന്നൊക്കെ അയാളുടെ ആവശ്യങ്ങൾ, സ്ഥിതിഗതികൾ അന്വേഷിക്കുമ്പോൾ നമുക്കിങ്ങനെ റിപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്താണ് കണ്ണു തുറക്കുന്നതും സംസാരിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ശരീരമിളക്കുന്നതും എഴുന്നേറ്റിരിക്കുന്നതും. ആരാണ് ഈ പണി ഒപ്പിച്ചത്? ആരാണ് ഈ റഹ്മത്ത് ചെയ്തത്? അത് അള്ളാഹുവാണ്. എത്ര രോഗികൾ. അതേ പ്രകാരം തന്നെ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുകയില്ലെന്ന് പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് അതെല്ലാം സംഭവിക്കുന്നു. എത്ര ദുഃഖിതന്മാരാണ്, ക്ലേശം അനുഭവിക്കുന്നവരാണ് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പരിപൂർണമായും അഭയം തേടുക എന്ന, അവൻ്റെ അനുഗ്രഹങ്ങൾ വലുതാണ് എന്ന സദ്വിചാരം ഈ ശുഭാപ്തി വിശ്വാസക്കാർക്കുണ്ടാകുന്നു. രണ്ടാമത്തത് ഹൃദയ വിശാലതയാണ്. ആരെന്ത് വിചാരിച്ചാലും അവൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടാവും. അവൻ്റെ ഹൃദയത്തിൽ ഒരു യഖീന്, പരിപൂർണമായി അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടാകും. അതിനനുസരിച്ചുകൊണ്ട് അവൻ്റെ അവയവങ്ങൾ അതിലെ പ്രതിഫലനമുണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസ്, ഇത് ഹദീസ് വളരെ ചെറുതാണ്, പക്ഷെ ഇതിൻ്റെ ആശയം വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൈറ വഖൈറുഹൽ ഫഅലു. ഖീല യാ റസൂലല്ലാഹ് വമൽ ഫഅലു? ഖാല അൽ കലിമത്തു സാലിഹ യസ്മഉഹ അഹദുക്കും. ലാ തൈറ, അപലക്ഷണങ്ങളില്ല. അപലക്ഷണം കരുതുന്ന വസ്തുക്കളിലുള്ള വിശ്വാസവും നിരർത്ഥകമാണ്.
ആ നായ വന്നതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ നാശമുണ്ടായത്. ആ മനുഷ്യൻ രാവിലെ തന്നെ കടന്നു വന്നതുകൊണ്ടാണ്, അവനെ കണി കണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് നാശം മുഴുവൻ സംഭവിച്ചത്. ഇങ്ങനെയുള്ള തൈറത്ത്, ലക്ഷണം നോക്കിക്കൊണ്ട് അപലക്ഷണത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, ഇത് ഇസ്ലാമിലില്ല. ലാ തൈറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയുള്ള അപലക്ഷണ വിശ്വാസങ്ങൾ തന്നെ ഇസ്ലാമിലില്ല. പിന്നെ എന്താണ് ഇസ്ലാമിലുള്ളത്? വഖൈറുഹൽ ഫഅലു, നല്ല പ്രതീക്ഷ, ആ പ്രതീക്ഷകൾ അതിലുണ്ട്. ഖീല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് വമൽ ഫഅലു, എന്താണ് ഈ നല്ല പ്രതീക്ഷ എന്ന് പറയുന്നത്? ഖാല അൽ കലിമത്തു സാലിഹ, നല്ല വാക്ക്. അത് ഇപ്പോൾ നമ്മളൊരു രോഗിയോട് ആ ആശ്വാസത്തിലൊരു വാക്ക് പറഞ്ഞു നോക്കൂ, വലിയ ആശ്വാസമുണ്ടാകും. മനുഷ്യന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നും. എന്നാലോ ആ രോഗിയുടെ അടുക്കൽ പോയി, ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോൾ നിങ്ങളെ മാതിരിയുള്ളൊരു വയറുവേദനയായിരുന്നു ഇപ്പോൾ എൻ്റെ മൂത്തമ്മക്കുണ്ടായിന്, ഒറ്റ ദിവസമേ കടന്നുള്ളൂ, വാക്ക് കഴിഞ്ഞു കാര്യം. ഇതൊക്കെ മറ്റേ വയറുവേദനയുള്ള രോഗിൻ്റെ അടുത്ത് പോയി പറയാം. ഇങ്ങനെയല്ല പറയേണ്ടത്. ഇതൊന്നും ശരിയായ സംഗതികളാണ്. പടച്ചവൻ ഇതൊന്നും പ്രയാസമുള്ള സംഗതിയല്ല. അവൻ വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് സുഖമാവും. നമ്മളൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ മരുന്ന് കഴിക്കുക. ഇങ്ങനെയുള്ള നല്ല വർത്തമാനം പറയുന്ന കലിമത്തു സാലിഹ, സാലിഹായ വർത്തമാനം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശുഭലക്ഷ്യത്തിന് ഉദാഹരണം. അതുപോലെ തന്നെ യസ്മഉഹ, നമ്മോടൊക്കെ ആൾക്കാർ പറയുന്നില്ലേ നല്ല നല്ല വർത്തമാനങ്ങൾ, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ, അതാണ്. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. സുഹൈൽ ഇബ്നു അംറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈൽ ഇബ്നു അംർ മുശ്രിക്കുകളുടെ ഒരു നേതാവായിരുന്നു. മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ ഒരു സന്ധി നടക്കാൻ പോവുകയാണ്, ഹുദൈബിയ സന്ധി. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോയാൽ കടക്കില്ല. പക്ഷേ സന്ധി സംസാരിക്കാൻ വേണ്ടി മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന്, ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്ന ആളാരാ അറിയോ? അദ്ദേഹത്തിൻ്റെ പേര് സുഹൈൽ ഇബ്നു അംർ എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കണ്ട മാത്രയിൽ പറഞ്ഞു, ലഖദ് സഹുല ലക്കും മിൻ അംരിക്കും, ഇന്ന് നിങ്ങളുടെ കാര്യം വളരെ എളുപ്പമാണ്. കാരണം സുഹൈലാണല്ലോ വരുന്നത്. സുഹൈൽ സഹിലാണ്, അയാൾ നല്ല മനുഷ്യനാണ്. അപ്പം ആ ലക്ഷണം കണ്ടപ്പോൾ തന്നെ നബി പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, ഇന്ന് നമ്മുടെ സന്ധിയിൽ, ഇന്ന് നമ്മുടെ കരാറിൽ, മുശ്രിക്കുകളുമായി നമ്മൾ ഉണ്ടാക്കുന്ന ഉടമ്പടിയിൽ നമുക്കൊരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. കാരണം അവരുടെ പ്രതിനിധിയായി വരുന്ന മനുഷ്യൻ നല്ല ആളാണ്. ആരാണ്? സുഹൈൽ ഇബ്നു അംർ. ഇന്ന് നിങ്ങളുടെ അംർ, നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവം എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചില നല്ല ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലിലുൻ നഫ്സ ബിൽ അഅമാലി അർഖുബുഹ മാ അലിയക്കല്ലൈഷു ലൗലാ ഫുസ്ഹത്തുൽ അമലി, ഞാൻ എപ്പോഴും എൻ്റെ മനോദുഃഖത്തെ ചികിത്സിക്കുന്നത് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ്. ഞാൻ ആ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് മനസ്സിൻ്റെ ആശ്വാസം തേടും. ഒമാ അലിയക്കല്ലൈഷു ലൗലാ ഫുസ്ഹത്തുൽ അമലി, ഈ പ്രതീക്ഷയുടെ വെളിച്ചം, ഈ പ്രതീക്ഷയുടെ പ്രകാശം, വിശാലതയില്ലായിരുന്നുവെങ്കിൽ ജീവിതം എത്ര സങ്കുചിതമാണ്, എത്ര ദുസ്സഹമാണ് എന്നാണ് കവി പാടുന്നത്. അതുകൊണ്ട് തന്നെ ശുഭലക്ഷണത്തിന് ചില കാരണങ്ങളും ചില മാർഗങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. അതുണ്ടായിരിക്കണം. കാരണം അള്ളാഹുവിനെ കുറിച്ച് ആ സദ്വിചാരമാണ് അവൻ്റെ ഹൃദയത്തിന് ശാന്തതയും അതുപോലെ തന്നെ ആശ്വാസവും നൽകുന്നത്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ്? അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എന്താണ് എൻ്റെ അടിമ വിചാരിച്ചത്, എന്നെക്കുറിച്ച് എന്താണ് അവൻ്റെ മനസ്സിലുള്ളത്, അതിനനുസരിച്ചാണ് എൻ്റെ പ്രതികരണം. ഇൻ ലന്നബി ഖൈറൻ ഫലഹു, അവൻ നല്ലതാണ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നതെങ്കിൽ അവന് ആ നന്മ കിട്ടാതിരിക്കില്ല. വൈൻ ലന്ന ഷർറൻ, പടച്ചൊങ്ങ് എന്നെ നശിപ്പിച്ചു, എന്നെ ശപിച്ചു, എൻ്റെ നന്മകളൊക്കെ ഇല്ലാതെയാക്കി, എനിക്കെപ്പോഴും അള്ളാഹിനടുക്കുന്ന കിട്ടുന്നത് ശിക്ഷയാണ് എന്നൊക്കെയുള്ള വളരെ കുരുത്തം കെട്ട വിചാരം അള്ളാഹുവിനെക്കുറിച്ച് വിചാരിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലഹു, അവന് കിട്ടുന്ന അതാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഈ ശുഭാപ്തി വിശ്വാസക്കാർ പരിരക്ഷിക്കേണ്ട, അവർ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. വബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അല്ലേ? എത്രയോ തവണ ആവർത്തിച്ചു ഒറ്റ സൂറത്തിൽ അള്ളാഹു ചോദിക്കുന്നു, വബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അല്ലോ ജിന്ന് വർഗമേ, ഇൻസു വർഗമേ, അള്ള നിങ്ങൾക്ക് ചെയ്തു തന്ന ഏത് അനുഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? വബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ,
നിങ്ങളുടെ മുഴുവനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. നിങ്ങൾ അനുഭവിക്കുന്നത് മുഴുവനും പടച്ചവൻ്റെ സമ്മാനങ്ങളാണ്. പിന്നെ ഏതിനെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്, ഏതിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇൻ തഉദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങളിങ്ങനെ ഇരുന്ന് എണ്ണാൻ തുടങ്ങാൻ നിൽക്കുക. പടച്ചോൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളും ഗുണങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾ എണ്ണാനിരുന്നാൽ അത് കണക്കാക്കാൻ ഒരെണ്ണത്തിൽ ഒതുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇന്നൽ ഇൻസാന ലലൂമുൻ കഫാർ. മനുഷ്യൻ വലിയ അക്രമിയും നന്ദി നിഷേധിക്കുന്നവനുമാണ്. പടച്ചോനെ നന്ദി ചെയ്യാത്തവനും വലിയ അക്രമിയുമാണ് മനുഷ്യൻ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ അതിസൂക്ഷ്മമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹു നൽകുന്ന നല്ല വാഗ്ദാനങ്ങൾ അത് മനസ്സിൽ കൊണ്ടുവരിക. പടച്ചവൻ, ഞാൻ എത്ര ചെറുപ്പമായിരുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടുള്ള ആണായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷേ എൻ്റെ പിതാവിന് അള്ളാഹു നല്ല ജോലി നൽകി, കുടുംബത്തിന് സമ്പാദിക്കുവാനുള്ള എല്ലാ കഴിവും നൽകി. അദ്ദേഹം എന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി പഠിപ്പിച്ചു, എനിക്കെല്ലാ വിദ്യാഭ്യാസവും നൽകി. ഞാൻ എൻ്റെ പരീക്ഷകളിൽ മുഴുവൻ വിജയിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി. ഇന്ന് ഞാൻ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ട്. ഇങ്ങനെ അയാൾക്കുണ്ടായ ജീവിതത്തിലെ ആ നല്ല അനുഭവങ്ങളെക്കുറിച്ച് അവൻ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഒരാൾക്ക് മനസ്സിന് ആശ്വാസമുണ്ടാക്കാൻ ഏറ്റവും നല്ലത്. സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റ. കാരണം ഏതൊരു പ്രയാസമുണ്ടായാലും അതിനപ്പുറം ഒരു വെളിച്ചമുണ്ടാകും, ഒരു പ്രതീക്ഷയുണ്ടാകും. അന്ധകാരം കൊണ്ട് ഇരുട്ടുമൂടിയ രാവ് അത് കുറച്ച് മണിക്കൂറുകളെ നീണ്ടു നിൽക്കൂ, അതിനപ്പുറം വെളിച്ചം പരക്കുന്ന ഒരു പ്രഭാതം വരാനുണ്ട് എന്നൊരു പ്രതീക്ഷ ആ മനുഷ്യന് വലിയ ആശ്വാസമുണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സമ്മാനങ്ങളെക്കുറിച്ച് മനുഷ്യൻ്റെ മനസ്സിനോട് അവൻ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞു, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തും, എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നവൻ പടച്ച തമ്പുരാണ്. സൂറത്തുൽ അൻആം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ദൃഢമായ വിശ്വാസമുണ്ടാവുകയും ഉള്ള ഒരു മനുഷ്യന് എന്ത് ജീവിതത്തിൽ പ്രയാസമുണ്ടായാലും അത് അവനെ പിടിച്ചു കുലുക്കുകയില്ല, അതവൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുകയില്ല. ഏതെല്ലാം മാർഗങ്ങൾ അവൻ്റെ മുമ്പിൽ പ്രയാസപ്പെട്ടാലും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അവൻ മുമ്പിൽ കുന്നുകൂടിയാലും അവൻ ഉടനെ തന്നെ ഓർക്കും. എന്താണ് ഓർക്കേണ്ടത്? അന്നന ബാബുസമാ ലാ യുഗ്ലഖ്. ആകാശത്തിൻ്റെ കവാടങ്ങൾ ഒരിക്കലും അടക്കപ്പെടുകയില്ല. ആകാശത്തിലേക്ക് കൈയുയർത്തി പടച്ചവനോട് ചോദിച്ചാൽ ആ ചോദ്യം, ആ പ്രാർത്ഥന പടച്ചവൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകും. ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. സഹോദരന്മാരെ, അതുപോലെ തന്നെ എപ്പോഴും ജീവിതത്തിൽ കുറ്റം പറഞ്ഞ് നടക്കുന്ന, ശാപവാക്കുകൾ പറയുന്ന, മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും അവരോടൊപ്പം കൂടരുത്. നിങ്ങൾക്കൊരിക്കലും അവർ ജീവിതത്തിൽ പ്രതീക്ഷ ആക്കുകയില്ല. നിങ്ങൾ എന്തെങ്കിലും നല്ല വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ അയാളത് നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ സുഹബത്തുൽ അശ്റാർ, മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, അവരുമായിട്ടുള്ള സഹവാസം അത് ഒഴിവാക്കണം എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ അസ്വസ്ഥ മനസ്സുള്ള ചഞ്ചലന്മാരായ ആൾക്കാർ, ആ ചഞ്ചലന്മാരായ ആൾക്കാരുമായിട്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് പാടില്ല. അതുകൊണ്ട് എപ്പോഴും പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുകയും ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാക്കി തരികയും അങ്ങനെ നിങ്ങൾക്ക് ആ ജീവിതത്തിൻ്റെ ആത്മധൈര്യം നൽകാൻ പറ്റുകയും ചെയ്യുന്ന നല്ല കൂട്ടുകാരാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇങ്ങനെയുള്ള ആളുകളിൽ പെടുവാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും നല്ല കൂട്ടുകാരെ നമ്മുടെ അനക്കത്തിലും അടക്കത്തിലും നമുക്ക് ഗുണം പ്രതീക്ഷിക്കുകയും നമ്മുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയും നമുക്കുള്ള വിഷമങ്ങളിൽ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഇഖ്ലാസോടു കൂടിയുള്ള സ്നേഹിതന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله على إحسانه وشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه
وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه وعلى آله وأصحابه وإخوانه أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർത്തുകയാണ്. ഇങ്ങനെ ശുഭപ്രതീക്ഷ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അതുകൊണ്ട് കിട്ടാനുണ്ട്. അതിൽപ്പെട്ടതാണ് അവന് ആത്മധൈര്യമുണ്ടാകും, അവൻ്റെ ഹൃദയത്തിന് എപ്പോഴും ഒരു ഉറപ്പുണ്ടാകും. അതുപോലെ തന്നെ ഏത് പ്രയാസങ്ങളെയും നേരിടാൻ അവന് പ്രാപ്തനായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സൂറത്തു അർ-റഅദ് അതിൻ്റെ 28-ാമത്തെ വചനം. എന്താണ്? വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ ബേജാറും അവിടെ അവസാനിക്കും. എപ്പോൾ? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ. അലാ, അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പടച്ചവനെ കുറിച്ച വിചാരമാണ് വിശ്വാസികളുടെ ഹൃദയത്തിന് ആത്മധൈര്യം നൽകുന്നത്, സമാധാനം നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേ പ്രകാരം തന്നെ താഖത്തുൻ മുജദ്ദദ, അവന് പുതിയ ഉന്മേഷം, അള്ളാഹുവിനെ കുറിച്ച നല്ല വിചാരവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും അവരിൽ ഉണ്ടാക്കുന്നത് ഒരു എക്സ്ട്രാ എനർജി എന്ന് പറയും. എക്സ്ട്രാ എനർജി, സാധാരണ നിൽക്കുന്നതിനപ്പുറം എല്ലാ കാര്യങ്ങളെയും താങ്ങാൻ ആവശ്യമായ ഒരു എക്സ്ട്രാ എനർജി അവന് ഈ വിശ്വാസം നൽകും. ഏതാണ്? അതിൽ നിന്ന് ഏറ്റവും അവൻ്റെ പ്രയാസങ്ങളെ ലളിതമാക്കി കൊടുക്കുന്ന, അവൻ്റെ ബുദ്ധിമുട്ടുകളെയും മനപ്രയാസങ്ങളെയും അവന് ഏറ്റവും സന്തോഷകരമായ പര്യവസാനമാക്കി മാറ്റുന്ന, അത് അവന് ഈ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കും. അതേ പ്രകാരം തന്നെ മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ഇത് ഗുണകരമായ പ്രതിഫലനമുണ്ടാക്കും. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ശുഭാപ്തി വിശ്വാസക്കാർക്കുണ്ടാകും. മനസ്സ് സുഖമുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിനും സുഖമുണ്ടാകും. ശാരീരികമായ സുഖവും മാനസികമായ സുഖവും ഒത്തിണക്കി ഉണ്ടാകും എന്നാണ്. കാരണം രോഗശമനത്തെക്കുറിച്ച് പ്രതീക്ഷ അർപ്പിക്കുന്ന രോഗി, അവന് രോഗശമനമുണ്ടാകും എന്ന പ്രതീക്ഷ, അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതവൻ്റെ ആരോഗ്യത്തിന് എന്തെന്നില്ലാത്ത ഒരു സിയാദത്ത്, ഒരു ആധിക്യം കൊടുക്കും. അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൻ്റെ ആ പ്രതലം, ഒരു സമതുലിതാവസ്ഥ അവൻ്റെ മനസ്സിന് ഉണ്ടാകും. റാഹത്തുൻ നഫ്സ്, മനസ്സിൻ്റെ സമാധാനം അതുണ്ടാക്കിത്തരും. അതുകൊണ്ട് നല്ല രക്ഷയിൽ, നല്ല സമാധാനത്തിൽ, അങ്ങനെയല്ലേ ഡോക്ടർമാരൊക്കെ ഉപദേശിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? വെറുതെ അനാവശ്യമായി അയാളോട് സംസാരിക്കരുത്, അനാവശ്യമായി ബേജാറാക്കരുത്, പേടിപ്പെടുത്തുന്ന വിവരങ്ങൾ കൊണ്ടുപോയി കൊടുക്കരുത്, നല്ല നിലക്ക് നിൽക്കണം, അയാൾക്ക് എപ്പോഴും ആത്മധൈര്യം കൊടുക്കണം. അങ്ങനെ തന്നെയാണ് നല്ല ഡോക്ടർമാരൊക്കെ. ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങൾ അയാളുടെ മുമ്പിൽ തുറിച്ചു നോക്കുന്നുണ്ടാകാം, പക്ഷേ അയാൾ ഒരിക്കലും ആ ഡോക്ടർ എന്ന അയാളുടെ ധർമ്മം മറന്നുകൊണ്ട് പ്രവർത്തിക്കില്ല. അയാൾ ശരിക്ക് ആ രോഗിക്ക് സമാധാനം കൊടുക്കുന്ന വർത്തമാനേ പറയുള്ളൂ. മരുന്നുകൾ പരാജയപ്പെട്ടാലും ആ വൈദ്യൻ്റെ ശുശ്രൂഷ ഒരുപക്ഷെ വലിയ ആശ്വാസമായി, വലിയ ശമനമായി അയാൾക്ക് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ശുഭപ്രതീക്ഷ വേണം. അതുപോലെ തന്നെ ഒരിക്കലും ആ അള്ളാഹുവിൽ അചഞ്ചലമായി മുറുകെ പിടിച്ച, ഞാൻ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം പറഞ്ഞു തന്നിട്ടില്ലേ? ഹിജ്റയുടെ അവസരത്തിൽ ഗുഹയിലാക്കപ്പെട്ട സമയത്ത് ശത്രുക്കൾ പിടിക്കും എന്ന് അബൂബക്കർ സിദ്ദീഖിന് ഉറപ്പായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളവർ കാണും, നമ്മളവർ പിടിക്കും. അപ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് യഖൂലു സാഹിബിഹി ലാ തഹ്സൻ, തൻ്റെ കൂട്ടുകാരനായ കൂടെ യാത്ര ചെയ്യുന്ന അബൂബക്കറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഹ്സൻ, ഒരിക്കലും നീ ദുഃഖിക്കരുത്. ഇന്നല്ലാഹ മഅന, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. സൂറത്ത് തൗബയുടെ 40-ാമത്തെ വചനത്തിൽ. അതുകൊണ്ട് ദഇൽ അയ്യാമ തഫഅലു മാ തശാഉ, അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കട്ടെ, കാലം നിനക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നീ അത് പരിഗണിക്കണ്ട. ഒത്തിബ് നഫ്സൻ ഇദാ ഹകമൽ ഖളാഉ, എന്തൊക്കെ വിധികൾ നിനക്ക് പ്രതികൂലമായി വന്നാലും നീ എന്ത് ചെയ്യുന്നത്? തിബ് നഫ്സൻ, നിൻ്റെ മനസ്സിന് നീ ആശ്വാസം കൊടുക്കുക. വലാ തജ്സലി ഹാദിസത്തിൽ ലയാലി, പാതിരാവുകളിൽ സംഭവിക്കുന്ന വിപത്തുകളിൽ ഒരിക്കലും നീ ക്ഷമകേട് കാണിക്കരുത്.
ഒമാ ലി ഹവാദിസ് ദുനിയ ബഖാഹു, ദുനിയാവിൽ ഉള്ള എല്ലാ സംഭവങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്, ഒരു പര്യവസാനമുണ്ട്. അതെത്ര സങ്കീർണമാണെങ്കിലും അതെവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും. പരലോകത്തേക്കുള്ള ചിന്ത വർദ്ധിപ്പിക്കുക, അവിടെയുള്ള വിജയത്തിനായി പ്രവർത്തിക്കുക, അതാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്താണ് വമൽ ഹയാത്തു ദുനിയാ ഇല്ല ലഹബും വലഹബ് ഫഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. ജീവിതം എന്ന് പറയാവുന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിനല്ല. നമ്മളൊക്കെ പറയുന്ന ജീവിതം വളരെ പ്രയാസമാണ്, ജീവിതം വളരെ സങ്കീർണമാണ്. അല്ലല്ല. എന്താണ് ഫഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ? സൂറത്തുൽ ദുഖാൻ. ഹയവാൻ, ജീവിതം എന്ന് പറയാവുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അത് പാരത്രിക ജീവിതമാണ്. ഐഹിക ജീവിതം നിസ്സാരവും നൈമുഷികവുമാണ്. അതുകൊണ്ട് ഈ വിശ്വാസങ്ങൾ ദൃഢമായി ഹൃദയത്തിൽ ഉറപ്പിച്ച് പടച്ചവനെല്ലാം തവക്കുൽ ചെയ്ത് ജീവിതത്തെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളായ എല്ലാ സഹോദരന്മാർക്കും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുത്ത് അള്ളാഹു അവർക്ക് മനസ്സമാധാനം നൽകുമാറാകട്ടെ. ഗൾഫ് മേഖലകളിൽ സ്വദേശികളും വിദേശികളും എല്ലാ സഹോദരന്മാരും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്. പടച്ച തമ്പുരാൻ ഈ പ്രയാസങ്ങൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ നാഥൻ നമ്മുടെ ഇടയിലുള്ള എല്ലാ രോഗികൾക്കും ശമനം നൽകി ആരോഗ്യം വീണ്ടുകെടുക്കാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തോടെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് പോകുന്ന സൽക്കർമ്മകാരികളിൽ നമ്മളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم لا تجعل اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.